തല്ലാൻ പാടില്ല. മദ്രസയിൽ ഉസ്താദുമാര് പരിക്കേൽപ്പിക്കുന്ന തല്ല് തല്ലരുത്. കാളയെ തല്ലുന്ന വടി മദ്രസയിലെ മേശപ്പുറത്ത് മുഅല്ലിമീങ്ങൾ കൊണ്ടുപോയി വെക്കരുത്. ബോർഡിന്റെ കാലാണത്. ഉസ്താദെ വടിയല്ല. അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. പിന്നെ അടിച്ചാൽ നല്ല വേദന ഉണ്ടാവണം. ആ വേദന ഉണ്ടാകുന്ന രൂപത്തിലൊരു വടി ബാപ്പാന്റെ കയ്യിൽ വേണം, ഉമ്മാന്റെ കയ്യിൽ വേണം. തല്ലാനല്ല, തല്ലുമെന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരിക്കലും കുട്ടികളെ തല്ലണ്ട. പക്ഷേ മോനെ തല്ലേണ്ടി വന്നാൽ തല്ലും, ശ്രദ്ധിച്ചുകൊള്ളുക എന്ന ഭയം ഉണ്ടാക്കാൻ വേണ്ടി വടി വേണം. എന്നിട്ട് ആ കുട്ടിയോട് സ്നേഹവും വേണം, ബഹുമാനവും വേണം. ആ നിലയിൽ കുട്ടികളെ വളർത്തിയാൽ പാപങ്ങളുടെ ആ വക്കിലേക്ക് കുട്ടികൾ പോവുകയില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മുസ്ഹഫിനെ ബഹുമാനിക്കണമെന്ന ചിന്ത പോലും ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ സമുദായത്തിൽ കാണുന്നില്ല. മുസ്ഹഫിനെ ബഹുമാനിക്കാൻ ഈ കാലഘട്ടത്തിലെ ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ കഴിയുന്നില്ല. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അവിടെ സ്കൂളും മദ്രസയും വേറെ വേറെയല്ല, ഒന്നിച്ചാണ്. നീ എത്രയല്ല സ്കൂളിൽ മദ്രസയിൽ എത്രയിലാണ്? മദ്രസ പ്രത്യേകമായിട്ടില്ല. സ്കൂളിൽ ഞാൻ 4th സ്റ്റാൻഡേർഡിലാണ്. മദ്രസ എന്ത് മദ്രസ? നമ്മളെ മദ്രസ അല്ലേ മദ്രസ. എന്ത് മദ്രസ? പിന്നെ ഖുർആനെ പഠിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അതാണ് അത്. പിന്നെ അതും 4th സ്റ്റാൻഡേർഡാ. ഒരു പിരീഡ്, മദ്രസന്റെ ഒരു പിരീഡാ. അതേതാ പുസ്തകം? അത് കെമിസ്ട്രിയുടേതാണ്. ഇതോ ബയോളജിയാണ്. മറ്റേത് ഖുർആനാണ്. ആ 3 വക്കും ഒന്നിച്ചു വെച്ചിരിക്കുന്നു, യാതൊരു ബഹുമാനവുമില്ലാതെ. നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. അതാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ ഒരു തോൽക്കഷണം ഒരു സഹോദരന് വഴിയിൽ വെച്ച് കിട്ടുകയാണ്. വഴിയിൽ വെച്ച് ഒരു തോൽക്കഷണം കിട്ടുന്നു. അതിൽ ബിസ്മി എഴുതിയിട്ടുണ്ട്. ആ ബിസ്മി എഴുതിയ തോൽക്കഷണം കിട്ടിയപ്പോൾ അതെന്തു ചെയ്യണം? അതെവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും? അത് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ ആ സഹോദരൻ മെല്ലെ അതെടുത്ത് വായിൽ വെക്കുകയാണ്. വായിൽ വെച്ചിട്ട് തിന്നുകയാണ്. തിന്നതിന് ശേഷം മെല്ലെ വിഴുങ്ങുകയാണ്. അല്ലാഹു ആ മനുഷ്യന് വലിയ ഗുണം ചെയ്തു കൊടുത്തു. അതാ മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു ബിസ്മി ചൊല്ലിയ തോൽക്കഷണം അത് സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ അത് വായിൽ വെച്ച് ചവച്ച് തിന്നുകയാണ്. വായിൽ വെച്ച് ചവച്ച് തിന്നൽ അനുവദനീയമാണ്. ചവക്കാതെ വിഴുങ്ങാൻ പാടില്ല. ഖുർആൻ എഴുതിയ തോൽക്കഷണങ്ങൾ ചവയ്ക്കാതെ വിഴുങ്ങാൻ പാടില്ല. കാരണം ആ അക്ഷരങ്ങൾ വയറ്റിൽ ആമാശയത്തിലുള്ള മാലിന്യങ്ങളുമായി കലരും, നജിസാകും, കുറ്റം കിട്ടും. അതുകൊണ്ട് വായിൽ വെച്ച് ചവച്ചാൽ അതിന്റെ അക്ഷരങ്ങൾ മുഴുവനും ഇല്ലാതെയാകുമല്ലോ. അതിനുശേഷം ഉമിനീരുമായി കലർത്തി തിന്നാവുന്നതാണ്. പക്ഷെ അച്ചടി മഷി കൊണ്ട് എഴുതിയ ഒരു സാധനവും ആരും തിന്നരുത്. വയറ്റിന് വേദന കിട്ടി രോഗമാകും, അപകടമാണ്. പഴയ കാലത്ത് മരുന്നുകൊണ്ട് എഴുതുന്ന അതാണ് കിതാബിൽ പറഞ്ഞ ആ സംഭവം. അല്ല പച്ച ഇലകൾ കൊണ്ട് ഖുർആൻ എഴുതുക. ആ എഴുതിയ ഖുർആൻ ഒരു കടലാസിലോ ഇലയിലോ എഴുതിയതിനു ശേഷം അത് സൂക്ഷിക്കാൻ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ വായിലിട്ട് ചവച്ച് മെല്ലതാ ഇറക്കുന്നു. അന്ന് രാത്രി ആ മനുഷ്യന് ഒരു സ്വപ്നം ഉണ്ടാവുകയാണ്. എന്താണ് സ്വപ്നം? പാപങ്ങളിൽ നിന്ന് പാപങ്ങളിലേക്ക് കടന്നു വരുന്ന പഴുതുകൾ ഒരു മനുഷ്യൻ അടച്ചാൽ അള്ളാഹു ആ മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഫതഹല്ലാഹു അലൈക ബാബൽ ഹിക്മാ. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിലുള്ള ഉമ്മമാർ, നമ്മുടെ വാപ്പമാർ ആ നിലയിൽ ബഹുമാനിക്കേണ്ട വസ്തുക്കളെ ബഹുമാനിച്ച ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇൽമിനെ സ്നേഹിക്കുന്ന ആളുകളായി മാറിയത് എന്നാരും മറന്നുപോകരുത്. കൊണ്ടോട്ടിയിലെ ഈ പ്രഭാഷണത്തിന്റെ ഈ സദസ്സിലേക്ക് വലിയ തിരക്കിന്റെ ഇടയിൽ യുവാവേ നിനക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? നിന്നെ വളർത്തിയ നിന്റെ ബാപ്പ, നിന്നെ വളർത്തിയ നിന്റെ ഉമ്മ, നിന്നെ സംരക്ഷിച്ച നിന്റെ അമ്മാവൻ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ ബഹുമാനിക്കുന്നവരായിരുന്നു. പാപങ്ങൾ വരുന്ന വഴിയിലേക്ക് തന്നെ കടക്കാതെ മാറി നിൽക്കുന്നവരായിരുന്നു. ആ ഒരൊറ്റ പൊരുത്തം കൊണ്ടാണ് നിനക്ക് വിജയം ഉണ്ടായത്. പാപങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം
അത് സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഒരു ദിവസം ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതാണ്. ഉമ്മ ആശുപത്രിയിലുള്ളത്. ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ്സും കാത്ത് ബോറടിച്ച് നിൽക്കുമ്പോൾ നല്ലൊരു പാട്ട്, മൊബൈൽ മുഴുവനും പാട്ടുകളാണ്. ഇന്നലെ വൈകുന്നേരം എന്റെ വോഡാഫോണിൽ റിംഗ് ചെയ്യുന്നു. റിംഗ് ചെയ്തപ്പോൾ ഞാൻ മെല്ലെ അറ്റൻഡ് ചെയ്തു. നോക്കുമ്പം അത് അനുഭവിച്ച കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം എല്ലാം ഒരു കമ്പനിയാണല്ലോ. നല്ല ട്യൂണിലുള്ള പാട്ട്. എന്നിട്ട് പറയുന്നു, ഈ പാട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഞാനൊന്നും പ്രതികരിച്ചില്ല. രണ്ടാമതൊരു പാട്ട് വരുന്നു, അതിനേക്കാൾ രസമുള്ള പാട്ട്. എന്നിട്ട് പറയുന്നു, ഇതാണ് ആവശ്യമെങ്കിൽ സാറ് 2 പ്രസ് ചെയ്യുക. നമ്മളോടൊക്കെ വലിയ ബഹുമാനാണ് താത്തക്ക്. ഞാനതും ഒന്നും ചെയ്തില്ല, പ്രതികരിച്ചില്ല. മൂന്നാമത്തെ പാട്ട് വരുന്നു, ഇതാണ് ആവശ്യമെങ്കിൽ 3 പ്രസ് ചെയ്തോളൂ. അങ്ങനെ 7 ചോയ്സുകൾ തന്നു. ഞാനൊന്നും തൊട്ടില്ല, ഞാനൊന്നും പ്രസ് ചെയ്തില്ല. കാരണം എനിക്ക് മനസ്സമാധാനത്തിന് നിന്റെ പാട്ട് വേണ്ട. മുസ്ലിമിന് സമാധാനം കിട്ടാൻ വേണ്ടി പാശ്ചാത്യന്റെ പാട്ട് വേണ്ട, സിനിമയുടെ പാട്ട് വേണ്ട. മുസ്ലിമിന് സമാധാനം ഉണ്ടാകാനുള്ള മാർഗം ഖുർആനാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ പടച്ചവൻ അവതരിപ്പിച്ച വേദഗ്രന്ഥം അതെടുത്ത് തുറന്നു നോക്കിയാൽ, അത് മറിച്ചു നോക്കിയാൽ, ആ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ നമ്മളെ ബേജാറ് മുഴുവനും തീരുന്നു. പിന്നെ നമുക്ക് പാട്ടിന്റെ ആവശ്യമില്ല. ഞാൻ പറയുന്നത്, ആശുപത്രിയിൽ കിടക്കുന്ന ഉമ്മയെ കാണാൻ വേണ്ടി മകനതാ അങ്ങോട്ട് പുറപ്പെടുന്നു. ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നല്ലൊരു പാട്ട്. ആ പാട്ട് കേട്ടപ്പോ ഇവനെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. മനസ്സൊക്കേട്, ബാപ്പാന്റെ പനി, ഇക്കാക്കാന്റെ വൈറസ്, ഇങ്ങനെ എലിപ്പനി, പലജാതി പനിന്റെ ഇടയിലാണുള്ളത്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ തോന്നി, എല്ലാം മറന്നുപോയി. ഇവന് ഉമ്മാന്റെ ആശുപത്രി വരെ മറന്നുപോയി ആ പാട്ട് കേട്ടപ്പോ. അപ്പം പിന്നെ മെല്ലെ മെല്ലെ അതിന്റെ തൊട്ടടുത്ത് ചെന്ന് ഇതിന്റെ CD എവിടെയാണ് കിട്ടുകയെന്ന് അന്വേഷിക്കുന്നു. ആ CD ഒന്ന് വാങ്ങുന്നു. അതുവരെ ഇതുപോലത്തെ ഒരു CD വാങ്ങുകയോ പാട്ടുകൾ കേൾക്കുകയോ ചെയ്യാത്ത ആ സഹോദരൻ അത് മെല്ലെ അവന്റെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ നല്ല മട്ടമുണ്ട് എന്നവന് തോന്നുകയാണ്. അങ്ങനെ പിന്നെ അവൻ അതിന്റെ അഡിക്റ്റായി മാറുന്നു. ഒരു ചെറിയ നിമിത്തമാണ്, പാപങ്ങൾ വരാനുള്ള കാരണങ്ങളാണ്. പാപങ്ങളിലേക്ക് വഴുതാൻ എളുപ്പത്തിൽ കഴിയും, ആരും കുടുങ്ങിപ്പോകും. ദുനിയാവിന്റെ സ്വഭാവം അങ്ങനെയാണ്. കള്ളിന്റെ കഥ പറയുകയും വേണ്ട. എവിടെ നോക്കിയാലും കള്ള് തന്നെ, എവിടെ നോക്കിയാലും മദ്യം തന്നെ. മനുഷ്യ, ഒരു തുള്ളി മദ്യം നീ കഴിച്ചാൽ, നിന്റെ വയറ്റിൽ മദ്യം എത്തിക്കഴിഞ്ഞാൽ, ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നു, മദ്യം കഴിച്ചാൽ, മദ്യം നിന്റെ വയറ്റിലെത്തിയാൽ ആ മദ്യത്തിന്റെ അംശം മുഴുവനും വയറ്റിൽ നിന്ന് പുറത്ത് ചാടിക്കുന്നതിന് വേണ്ടി നീ ഛർദിക്കൽ നിർബന്ധമാണ്. ഛർദിച്ചു കൊള്ളണം. ആ മദ്യം ഛർദിച്ച് പുറത്തേക്ക് ചാടിക്കണം. വായിൽ കൈയിട്ട്. ഇത് പറ്റിച്ചതാണ്. കോളയാന്ന് പറഞ്ഞത് സൽക്കരിച്ചതാണ്. ആ പഹേന്റെ പണിയാണ്. ഇന്നലെ അവന്റെ കല്യാണത്തിന് പോയിരുന്നു. എന്നോട് പറഞ്ഞു കോളയാണ്. കോളയല്ല, കൊലയാണെന്ന് പിന്നെ ഞാൻ മനസ്സിലായത്. വേഗം വായിലേക്ക് കൈയിട്ട് ഛർദിക്കുന്നു. ആ മദ്യമെങ്ങാനും നിന്റെ വയറ്റിലെത്തുകയും അത് ശരീരത്തിലെ രക്തവുമായി അലിഞ്ഞു ചേരുകയും ചെയ്താൽ നിന്റെ ഇബാദത്ത് പടച്ചവൻ സ്വീകരിക്കുകയില്ല. നിന്റെ രക്തത്തിന് വിലയില്ല. ഏതെങ്കിലും വണ്ടിന്റെ ടയറിന്റെ ഉള്ളിൽ കുടുങ്ങിച്ചാകാൻ നിനക്ക് വിധി വരും. കാരണം നിന്റെ രക്തത്തിന് വിലയില്ല, നീ മുഹദറുദ്ധമാണ്. ആ മദ്യപാനത്തിലേക്ക് മനുഷ്യൻ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാലഘട്ടത്തിൽ. കാരണം സുഹൃത്തുക്കൾ, കമ്പനികൾ, അതാണ്. ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, അവിടെ കള്ള് ഹറാമല്ല എന്ന് കരുതുന്നവരാണല്ലോ മറ്റ് മതക്കാർ. അവരുടെ ഇടയിലല്ലേ ജീവിക്കുന്നത്. പാപങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മദ്യത്തിന്റെയും മറ്റു മുഴുവൻ തോന്നിയാസത്തിന്റെയും വലയത്തിലടങ്ങാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പാപങ്ങൾ വന്നു പോയാൽ എന്തു വേണം? മരിച്ചു കളയേ. മരിച്ചു കളയാൻ, കൊന്നുകളയാനുള്ള ശരീരമല്ല. ഇന്നലത്തെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ ഈ ശരീരം നമ്മുടേതല്ല, ഇത് അള്ളാഹുവിൻ്റെതാണ്. അതിലുള്ള ഒരു രോമം പോലും
നമുക്കതിൽ ഉടമസ്ഥാവകാശമില്ല, ഒരു രോമം പോലും വിൽക്കാനുള്ള അധികാരമില്ല. എല്ലാം അള്ളാഹുവിന്റെ പ്രൊഡക്റ്റാണ്. ഈ വസ്തുവിനെ നശിപ്പിക്കാൻ പാടില്ല. അഥവാ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്ത ആളുടെ മേലിൽ മയ്യിത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആത്മഹത്യ ചെയ്ത മനുഷ്യന്റെ പേരിൽ ഇമാമുമാർ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉദാരമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കണം. മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമ് നേതൃത്വം നൽകുന്നതിൽ കുഴപ്പമില്ല. കാരണം ഈ മനുഷ്യൻ വളരെ മുമ്പ് വളരെ നല്ല ആളായിരുന്നു. അവസാന ഘട്ടത്തിൽ ഇതൊരു തെറ്റ്, വലിയൊരു തെറ്റ് ഇദ്ദേഹം ചെയ്തുവെങ്കിലും ഇദ്ദേഹം ഇസ്ലാമിന് പുറത്തല്ലല്ലോ, അതുകൊണ്ട് മയ്യിത്ത് നിസ്കരിക്കാം. പക്ഷേ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, ഉസ്താദ് അങ്ങോട്ട് വരരുത്, പള്ളിയിലും മുസ്ലിയാർ അങ്ങോട്ട് വരരുത്, ഉസ്താദ് കാളിയാർ വരൂല. ഞാൻ പറഞ്ഞിരുന്നു വരൂല എന്ന് പറഞ്ഞു. എന്തേ? അതൊന്നുമില്ല, ഇങ്ങനെ തൂങ്ങിയതാണല്ലോ. അള്ളാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കട്ടെ. മരിച്ചു കളഞ്ഞിട്ട് നിനക്ക് എന്ത് കൊണ്ടോ? മരിച്ചു കളയുന്നതിന് പകരം നിന്റെ ശരീരത്തെ നീ പടച്ചറമ്പിന്റെ മുമ്പിലൊന്ന് പ്രദർശിപ്പിക്ക്. അള്ളാഹുവിന്റെ ഹദ്റത്തിൽ നിന്റെ ആ ശരീരത്തിന്റെ കഥകൾ നീ ഒന്ന് പറഞ്ഞോളൂ. ആ റബ്ബ് തന്നെ അംഗീകരിക്കും. നീ മനസ്സിലാക്കണം, നിന്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു സാധുവായ കർഷകൻ ജീവിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഈ സദസ്സിലുള്ള ഉസ്താദുമാരോടല്ല എന്റെ പ്രഭാഷണം. ഇന്നലെ ഉണർത്തിയതുപോലെ ഇത് സാധാരണക്കാരോടാണ് ഈ പ്രഭാഷണം. പള്ളിയുമായി മതവുമായി വളരെ അടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും പല അശ്രദ്ധയും വന്നു പോകുന്നവരാണല്ലോ നാം. ഇതാ ഇതിന്റെ തൊട്ടടുത്ത്, നമ്മളെ വീടിന്റെ തൊട്ടടുത്തുണ്ടൊരു മനുഷ്യൻ. തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്നു. ആ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി എത്രയോ മുത്തഅല്ലിമീങ്ങൾ ഒരുമിച്ച് കൂടി. കാരണം ആ പള്ളിയിൽ വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് മുഴുവനും അദ്ദേഹം ഭക്ഷണം കൊടുക്കാറുണ്ട്. മുത്തഅല്ലിമീങ്ങളോട് വലിയ സ്നേഹമാണ്, ഇഷ്ടമാണ്. മുഫത്തിസ് വന്നാൽ മുഫത്തിസിന് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഭക്ഷണം. പള്ളിയിൽ സയ്യിദന്മാര് വന്നാൽ അവരെ കൊണ്ടുപോയി ആദരിക്കുന്ന വീടാണ്, കുടുംബമാണ്. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിൽ വളരെ പക്വതയോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ മരണപ്പെടുന്നു. ആ മരണപ്പെട്ട മനുഷ്യന്റെ മയ്യിത്ത് മിഹ്റാബിന്റെ സമീപത്ത് കൊണ്ടുപോയി കിടത്തുന്നു. അവിടെ ഉസ്താദ് എഴുന്നേറ്റ് നിന്ന് പറയുന്നു, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കിടക്കുന്നതൊരു സാധാരണ മനുഷ്യനാണെങ്കിലും ഇയാളെ ഹാലെന്താണെന്നറിയാമോ? രാവിലെ എല്ലാവരും സുഖമായി ഉറങ്ങുന്ന സമയം ഇദ്ദേഹം സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നു. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നു. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അതാ ലേശം ഖുർആനോതുന്നു. ആ ഖുർആനോദിയിട്ട് അദ്ദേഹം ആ ഖുർആനോതുന്ന ആ ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ വീട്ടിലേക്ക് മുസ്ലിയാർ പറയാണ്, എന്റെ വീട്ടിലേക്ക് ഈ ഒച്ച ഇങ്ങനെ കേൾക്കാം. ഇയാളെ ഈ എഴുന്നേൽക്കലും ഇയാളെ ഈ കുരച്ചു തുപ്പുന്നതും ഇതെല്ലാം കൂടി ഞാനിങ്ങനെ കേൾക്കും. അപ്പൊ ഞാൻ അത് അടയാളം വെച്ചിട്ടാ ഞാൻ എഴുന്നേൽക്കല്. ഓ, ഉസ്താദ് എഴുന്നേൽക്കുന്നത് ഈ ഹാജിയാർ എഴുന്നേൽക്കുന്ന ഒച്ച കേട്ടിട്ടാ. അത്തരത്തിലുള്ള എത്രയോ നല്ല ആളുകളുണ്ട്, എത്രയോ അലിമീങ്ങൾ, എത്രയോ ഉസ്താദുമാർ, എത്രയോ സാധാരണക്കാർ, വളരെ നല്ല ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി തരട്ടെ. അങ്ങനെ ആ പള്ളിയിൽ ആ മയ്യിത്തിന്റെ മുമ്പിൽ വെച്ച് ഉസ്താദ് പറയുന്നു, ഇതാ ഈ മനുഷ്യൻ എല്ലാ ദിവസവും സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആനോദി പള്ളിയിലേക്ക് പോയാൽ ചില ദിവസം മുഅദ്ദിൻ അവിടെ എത്താറില്ല. ആ ടൈമിന് മുഅദ്ദിൻ വളരെ വൈകിയാ പള്ളിയിൽ നിന്ന് പോവുക, അതുകൊണ്ട് എത്താൻ ലേശം വൈകും ചില ദിവസം. അന്ന് പള്ളിയിൽ ബാങ്ക് ഇയാളാ കൊടുക്കുക. ആര്? കമ്മിറ്റി പ്രസിഡന്റ്. സുബഹിന്റെ ബാങ്ക് മൂപ്പര വക. അയാൾ ബാങ്ക് വിളിക്കുന്നു. ശമ്പളത്തിന് വേണ്ടിയല്ലോ ഈ ബാങ്ക്. അയാൾ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് മുഅദ്ദിൻ അതാ എഴുന്നേറ്റ് വരുന്നു. ഒരു വെറുപ്പുമില്ല. മുഅദ്ദിനും കമ്മിറ്റി പ്രസിഡന്റും ഒക്കെ നല്ല സഹകരണത്തിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നന്നാവാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ ഒരു പ്രയാസവുമില്ല ഉമ്മമാരെ. കാരണം നമ്മുടെ പ്രകൃതം നന്മയിലേക്ക് പറ്റിയ പ്രകൃതമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ കേടുവരേണ്ട ആളുകളല്ല, നന്നാവേണ്ട ആളുകളാണ്. നന്നാവാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ കഴിയും. കാരണം അതിനുള്ള എല്ലാ ചാൻസുകളും
നമ്മളെ പരിസരങ്ങളിൽ അതാ നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. ഈ ഒരു ബോധം എല്ലാവർക്കും വേണം. പാപത്തിന്റെ പേരിൽ, പാപം ചെയ്തതിന്റെ പേരിൽ തൂങ്ങിക്കളയുകയോ മരിച്ചു കളയുകയോ ചത്തുകളയോ ചെയ്യരുത്. പാപമുള്ളവൻ, പാപം ചെയ്തവൻ ആദ്യമായി അവൻ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അവൻ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാവരോടും എന്റെ നഫ്സിനോടും ഓർമ്മപ്പെടുത്തട്ടെ, ചെയ്ത പാപത്തിൽ നിന്ന് പൊറുക്കലിനെ തേടലാണ്. അസ്തഗ്ഫിറുല്ലാഹ്. ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ടായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചവനെ എനിക്ക് മാപ്പ് തരണം, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, മാപ്പ് തരണം. പടച്ചവനോട് കാര്യങ്ങൾ പറയുക. പറഞ്ഞാൽ അവൻ അത് കേൾക്കാൻ തയ്യാറാണ്. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. മുസാറഅ, വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട 5 കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. ഞാനത് 5ഉം ഇവിടെ എണ്ണുന്നില്ല. വളരെ പെട്ടെന്ന് ആക്ഷൻ വരേണ്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയാൽ പെട്ടെന്ന് ആക്ഷൻ വേണം. കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായി കാണാൻ ഭംഗിയുള്ള രൂപത്തിലേക്ക് ഇങ്ങനെ വളരുക. പെൺകുട്ടികൾ പെട്ടെന്ന് വളരും. ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വളർച്ച പിടിച്ചാൽ കിട്ടാത്ത വളർച്ചയാണ്. പെട്ടെന്ന് അങ്ങോട്ട് വളരും. 18 വരെ പിന്നെ വളരൂല. ആൺകുട്ടികൾ ഒരു 15 കഴിഞ്ഞിട്ടേ വളരൂ. ഈ ഒരു വ്യത്യാസം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടെന്ന് ശരീരശാസ്ത്രത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അവർ 12 വയസ്സൊരു പെൺകുട്ടിക്ക് എത്തിയാൽ, ഇപ്പൊ ഈ നല്ല നല്ല പോഷക മൂല്യങ്ങളൊക്കെ കഴിക്കുന്ന, നല്ല നല്ല ഭക്ഷണം, ഇറച്ചി മീനും എല്ലാം കഴിക്കുന്ന നാടുകളിൽ, നമ്മളെ കൊണ്ടോട്ടി, കൊടുവള്ളി, കോഴിക്കോട് ഈ ഏരിയ ധാരാളം മാംസങ്ങൾ ചെലവാകുന്ന പ്രദേശങ്ങളാണ്. ഇപ്പൊ രാവിലെ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് മത്സ്യവും ഇറച്ചിയും ഒക്കെ വാങ്ങി റെഡിയാക്കിയതിന് ശേഷം വയലിന് വരെ വരിക. അത് റെഡിയാക്കിയ ഒരു സമാധാനമാണ്. വയൽ കഴിഞ്ഞു പോയിട്ട് അത് കിട്ടാതെ ആയാലോ നമ്മുടെ ജീവിതം നിയ്യത്ത് മറന്നാൽ പോലും ഇത്ര ബേജാറുണ്ടാവില്ല. അപ്പോ മുസ്ലിം പ്രദേശങ്ങളിൽ ഒരു 9-10 വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികൾ വല്ലാതെ വളരും. മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് കാണാൻ നല്ല ഭംഗി, സ്കൂളിൽ പഠിക്കുന്ന കുട്ടി LKG UKG കഴിയുമ്പോഴേക്ക് നല്ല ഭംഗി. ആ ഭംഗിയുള്ള ശരീരത്തോടുകൂടി ആ പെൺകുട്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബാപ്പയും ഉമ്മയും ആ കുട്ടിയെ വിളിച്ച് ഉപദേശിക്കണം, നല്ല ഉപദേശം ചെയ്യണം. മോളെ, നീ പളുങ്കാണ്, നീ കുപ്പിയാണ്, മറന്നുപോകരുത്. ആരെങ്കിലും നിന്റെ ശരീരത്തിലേക്ക് കൈ നീട്ടിയാൽ അരുത് എന്ന് പറയാൻ നിനക്ക് കഴിയണം. ഒരാളും നിന്റെ ശരീരത്തിൽ തൊടരുത്. ഒരാളും നിന്നോട് ലോക്യം പറയുമ്പോൾ നീ ചിരിച്ചു പോകരുത്. നീ അനുരാഗത്തിന്റെ കണ്ണുകൾക്ക് കണ്ണ് പകരം കൊടുക്കരുത്. നീ ചോദിച്ചാൽ ചിരിക്കാതെ മറുപടി പറഞ്ഞാൽ മതി. അന്യരോട്, നിന്റെ ബാപ്പയോടും ഉമ്മയോടും കുടുംബത്തിൽപ്പെട്ടവരോടും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞോളൂ. അല്ലാത്ത പരിചയമില്ലാത്തവർ സംസാരിക്കുമ്പോൾ പുഞ്ചിരി സമ്മാനമായി നീ നൽകരുത്. കാരണം നിന്റെ പുഞ്ചിരി ഭംഗിയുള്ള പുഞ്ചിരിയാണ്. അഥവാ വല്ലതും സംഭവിച്ചു പോയാൽ നിന്റെ ഭാവി നഷ്ടപ്പെട്ടു, നമ്മളെ കുടുംബത്തിന് അപമാനമാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി പറയുന്നു, അൽ മർഉതു ഇദാ ബലഗത്, ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയാൽ അവളുടെ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം. ഒന്നുകിൽ കെട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൾക്ക് നല്ല ബോധം നൽകണം. എന്നിട്ട് അവളോട് പറയണം, നിന്നെ മുന്നോട്ടുള്ള പഠനത്തിന് പറഞ്ഞേക്കണമെങ്കിൽ നിന്റെ ശരീരത്തെപ്പറ്റി നീ ശ്രദ്ധിക്കുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിലേ പറഞ്ഞേക്കൂ. അവളെ മറുപടി, എനിക്ക് പഠിക്കണമെന്നാണ് ആഗ്രഹം, ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോകില്ല. എന്നിട്ട് നീ അവളെ വാച്ച് ചെയ്യണം, അവളെ ബുക്ക് എടുത്തു നോക്കണം, ഏതെങ്കിലും പ്രണയത്തിന്റെ കത്ത് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നീ അവൾക്ക് ഇങ്ങനെ നല്ല ഉപദേശം ചെയ്തു കൊടുക്കണം. നല്ല നഫീസത്ത് ബീവിന്റെ കഥ പറഞ്ഞു കൊടുക്കണം, ആയിഷ ബീവിന്റെ കഥ പറഞ്ഞു കൊടുക്കണം, മൈമൂന ബീവിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കണം. ഇത് മുസാറയത്തിന്റെ ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം ഏതാണ്? നിന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നാൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഉടനെ ഭക്ഷണം കൊടുക്കണം. അവരെങ്ങനെ ബുദ്ധിമുട്ടാക്കരുത്. മൂന്നാമത്തെ വിഷയം,
ഇദാ മാത്തൽ മയ്യിത്തു, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യിത്തിനെ വേഗം കൊണ്ടുപോയി മറവ് ചെയ്യണം. അത് എളാപ്പാന്റെ മകനും മൂത്താപ്പാന്റെ മകനും വരാനുണ്ടെന്ന് പറഞ്ഞ് മയ്യിത്തിനെ ഇങ്ങനെ വെച്ചേക്കരുത്, വേഗം മറവ് ചെയ്യണം. അതുപോലെ നാലാമത്തെ വിഷയമാണ്, ഓ മനുഷ്യ, നീ റബ്ബിന്റെ അടിമയാണ്. ഒരു തെറ്റ് തന്റെ വക്കൽ നിന്ന് സംഭവിച്ചു പോയാൽ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നീ പാപം ചെയ്തു പോയാൽ, പാപം ചെയ്ത ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നീ സ്വലാത്ത് ചൊല്ലുകയും അള്ളാഹുവിന്റെ മുൻപിൽ നിന്റെ സങ്കടങ്ങൾ നീ നിരത്തി വെക്കുകയും വേണം. എന്നിട്ട് ആ റബ്ബിനോട് നീ മഗ്ഫിറത്തിന് വേണ്ടി അപേക്ഷിക്കണം. അള്ളാഹു പാപമോചനത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്ന് ലോകത്ത് കാണുന്ന കേൾക്കുന്ന നിരവധി വലിയ വലിയ മഹാന്മാർ ഒരു കാലഘട്ടത്തിൽ വളഞ്ഞ വഴികളിലൂടെ ഒക്കെ കളിച്ച് അവസാനം തൗബ ചെയ്ത് നന്നായ ഒരുപാട് ആളുകളുണ്ട് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നീ പശ്ചാത്തപിച്ച് മടങ്ങുന്ന വിഷയത്തിലേക്ക് മുന്നോട്ട് വന്നാൽ നിനക്ക് രക്ഷയുണ്ട്, വിജയമുണ്ട്. സുറാഖത്ത് ഇബ്നു മാലിക് അങ്ങനെ പശ്ചാത്തപിച്ച് നന്നായ ആളാണ്. ഉസ്താദെ ഞാൻ നന്നാകുമോ? ഞാൻ പള്ളിയിലെ ഉസ്താദിനെ പറ്റി വേണ്ടാത്തത് പറഞ്ഞ ആളാണ്. മറ്റേ തങ്ങളെപ്പറ്റി എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയി, മുദ്രാവാക്യം വിളിച്ചു പോയിട്ടുണ്ട്. എൻ്റെ വായി കൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഉസ്താദെ, അത്രയും വൃത്തി കെട്ടതൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്കൊക്കെ മാപ്പുണ്ടോ എന്ന് ചോദിക്കുന്നവനോട് ഞാൻ ഈ സമയത്ത് പറയട്ടെ, നിനക്ക് നിന്നേക്കാൾ നല്ല ഉഷാറുള്ള, നല്ല എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത, ആർജവം കൂടുതലുള്ള സുറാഖത്ത് ഇബ്നു മാലിക്കിനെ ഞാൻ ഉദാഹരണമായി പരിചയപ്പെടുത്തി തരാം. റസൂലുള്ളാഹിന്റെ കഴുത്ത് ആ ഒരു കടാരി കൊണ്ട് വെട്ടിയിട്ട് ആ കഴുത്ത് ഒരു വടിയിൽ നാട്ടി അതെടുത്ത് കുത്തിയിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്ത് മുറിച്ചിങ്ങ് കൊണ്ടുവന്നു തന്നാൽ 100 ഒട്ടകം നിനക്ക് തരാമെന്ന് സുറാഖത്ത് മാലിക്കിനോട് പറഞ്ഞപ്പോൾ സുറാഖത്ത് ഇബ്നു മാലിക് പറയുകയാണ്, സാമ്പത്തികമായിട്ട് വലിയ ടൈറ്റുള്ള സമയത്താണ് ഞാനിത് കേട്ടത്. വളരെ പ്രയാസമുള്ള സമയത്താണ്. 100 ഒട്ടകം, എനിക്ക് 100 വേണ്ട, ഒരൊട്ടകം മതിയായിരുന്നു. പിന്നെ പറഞ്ഞ് 100 ആയതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നില്ല എന്ന് മാത്രം. ആ മുഹമ്മദിന്റെ തലയെടുത്ത 100 ഒട്ടകം വേറെ ആരുടെയെങ്കിലും തലയെടുത്താൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് എന്റെ സാമ്പത്തിക പ്രയാസത്തിന്റെ കാരണം കൊണ്ട് ഞാൻ വലിയൊരു കടാരി വാങ്ങി, ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുള്ള കുതിരയെ ചട്ടം കെട്ടി ഞാനതിൻ്റെ പുറത്ത് കയറി, അതാ എൻ്റെ ആ കുതിരപ്പുറത്ത് ഞാൻ മുന്നോട്ട് ഗമിച്ചു. എന്നോട് ആരോ പറഞ്ഞു, ഇതാ ഈ വഴിയിലൂടെയാണ് കടന്നുപോയത്. ആ വഴിയിലൂടെ ഞാൻ കടന്നു. ഞാൻ എൻ്റെ ആ കുതിരയെ നല്ല സ്പീഡിൽ മുന്നോട്ട് ഓടിച്ചു. കുറേ അപ്പുറത്തെത്തിയപ്പോൾ അതാ വെള്ളവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ കടന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നി അതായിരിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ കടാരിയുമായി മുന്നോട്ട് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാഹനവും എൻ്റെ വാഹനവും തൊട്ടടുത്തെത്തിയപ്പോൾ ഞാൻ ആ വാളെടുത്ത് ഒരൊറ്റ വെട്ടങ്ങ് വെട്ടിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒന്നും സംഭവിച്ചില്ല. വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുളാഫത്തിൻ من الضروء والنال من اللكم مولاي صل وسلم دائما أبدا. അള്ളാഹുവിന്റെ ഹബീബിനെ എനിക്ക് തൊടാൻ കഴിയോ? ഇല്ല. ഞാൻ സഞ്ചരിച്ചിരുന്ന ആ കുതിര പെട്ടെന്നതാ മരുഭൂമിയിലെ മണലിൽ കാൽവഴുതി വീണുപോയി. ഞാൻ അവിടുന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താണടോ? ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു കുസൃതി തോന്നിയതാണ്. ഞാൻ നിങ്ങളെ നേരെ വാള് നീട്ടിയപ്പോ ഞാനിങ്ങനെ വീണുപോയിരിക്കുന്നു. ഇനി ഞാനിതിന് ശ്രമിക്കുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, സാരമില്ല, എഴുന്നേറ്റോളൂ. രണ്ടാമതും എനിക്ക് തോന്നി, എനിക്ക് 100 ഒട്ടകം വേണം. അത് കിട്ടാനുള്ള മാർഗം നബിയുടെ കഴുത്തെടുക്കലാണ്. ഞാൻ എൻ്റെ ഖഡ്ഗം അങ്ങോട്ട് നീട്ടിയിട്ട് രണ്ടാമതും ഞാൻ പരാജയപ്പെട്ടു. 3 പ്രാവശ്യം പരാജയപ്പെട്ട് നിലത്ത് വീണ് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും മാപ്പ് തരുന്ന നേതാവാണ്. ഇത്രയും വലിയ കാരുണ്യത്തിന്റെ നേതാവിനെയാണോ
ഭീകരവാദി എന്ന് ലോകം ആക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ ചരിത്രം വായിക്കണം. കാരുണ്യത്തിന്റെ പ്രതീകമാണ്, മാപ്പ് കൊടുക്കുന്ന നേതാവാണ്. 4ാമത്തെ പ്രാവശ്യം സുറാഖത്ത് പറയുന്നു, മുഹമ്മദ് നബിയേ, നിങ്ങളൊരു സാധാരണ മനുഷ്യൻ അല്ല, നിങ്ങൾ റബ്ബിന്റെ പ്രത്യേകം കാവലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ കൂടെയാണ് ഞാൻ നിങ്ങളെ മതത്തിൽ ചേരാൻ ഒരുങ്ങുന്നു. എനിക്ക് ഒരിക്കലും തന്നെ നിങ്ങളെ തലയെടുക്കണമെന്ന ആശയില്ല. ഞാൻ എൻ്റെ സാമ്പത്തിക പരാധീനത കൊണ്ട് വന്നുപോയതാണ്. നിങ്ങളെനിക്ക് മാപ്പ് തരണം. ഞാൻ എൻ്റെ കൈ നിങ്ങളെ കയ്യിലൊന്ന് വെക്കട്ടെ. റസൂലുള്ള പറയുന്നു, ഓ സഹോദര, ഇപ്പോൾ നീ വരണ്ട. നിന്റെ ഹൃദയത്തിൽ ഇസ്ലാമിനോട് സ്നേഹം വെച്ചുകൊണ്ട് നീ ജീവിക്കണം. നമ്മൾ തമ്മിൽ കാണലും ബന്ധപ്പെടലും മദീനത്താകാം. ഞങ്ങൾ നാളെ പോവുക, മദീനത്ത് പോവുക. ആ മദീനയിലെത്തിയാൽ നീ അവിടെ വന്നാൽ ആ ഇസ്ലാമാകുന്ന മതത്തെ അവിടെ വെച്ച് നിനക്ക് ഉഷാറായി സ്വീകരിച്ച് ആഘോഷിക്കാം. സുറാഖത്ത് പറയുന്നു, നബിയെ, ഈ സാധുവായ ഞാൻ നാളെ മദീനത്ത് വന്നാൽ നിങ്ങൾ എന്നെ തിരിച്ചറിയുമോ? നിങ്ങൾ എന്നെ എങ്ങനെ അറിയാനാണ്? ആയിരക്കണക്കിന് വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെ എങ്ങനെ തിരിച്ചറിയും? മാത്രവുമല്ല, ഞാൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത ആളായതുകൊണ്ട് എന്നെ സ്വഹാബത്തൊരു പക്ഷേ തടഞ്ഞു നിർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു ചെറിയ അഭ്യർത്ഥന നടത്തട്ടെ. ഒരു എല്ലിന്റെ കഷണം മരുഭൂമിയിൽ നിന്ന് എടുത്ത്, ആ മരുഭൂമിയിൽ നിന്ന് എടുത്ത എല്ലിന്റെ കഷണം റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തിട്ട് സുറാഖത്ത് പറയുന്നു, ഈ എല്ലിന്മേൽ നിങ്ങളൊന്ന് വരച്ചു തരണം, ഈ വിസിറ്റിംഗ് കാർഡിന് മേൽ നിങ്ങളൊന്ന് ഒപ്പിട്ട് തരണം. ഞാനതെന്റെ കീശയിൽ വൃത്തിയിൽ സൂക്ഷിക്കും. നിങ്ങൾ മദീനയിലെത്തി അവിടെ വലിയ വിജയത്തിലൊക്കെ എത്തിയാൽ ഞാനവിടെ വരും. നിങ്ങൾ ഒപ്പിട്ട ഈ എല്ലിന്റെ കഷണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഒരു തിരിച്ചറിയാനുള്ള അടയാളമാണ് നബിയെ. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ എല്ലിന്റെ കഷണം വാങ്ങി റസൂലുള്ളാഹിനെ കൊണ്ട് ഒപ്പിടിച്ച് അത് കീശയിൽ വെക്കുന്നു. ആ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്തിനോട് പറയുന്നു, അല്ല സുറാഖ, നിന്റെ ഈ 2 കൈയില്ലേ, ഈ കൈ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കിസ്റ ചക്രവർത്തിയുടെ വളകൾ ഈ കയ്യിൽ അണിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകുമല്ലോ. കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ഇസ്ലാമിൽ സുറാഖത്ത് വന്നു. മദീനയിൽ സ്വീകരണം കിട്ടി. കിസ്റ കൈസർ ചക്രവർത്തിമാരുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുകയും കിസ്റ ചക്രവർത്തി പരാജയപ്പെടുകയും ആ കിസ്റ രാജാവിന്റെ വളകളും കിസ്റയുടെ ആഭരണങ്ങളും കിസ്റ ചക്രവർത്തിയുടെ എല്ലാ കൊട്ടാരത്തിലെ സാധനങ്ങളെല്ലാം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അധീനതയിൽ വന്നു. അവിടെ രാജാവിന്റെ ഒരു വളയുണ്ടായിരുന്നു. ആ വളയെടുത്ത് സുറാഖത്ത് ബിൻ മാലിക് വെറുതെ കയ്യുമലിങ്ങനെ ധരിച്ചു. അത് ധരിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്നു, സുറാഖ, ഇപ്പൊ നീ യാദൃച്ഛികമായിട്ടാണ് ഈ വളയിട്ടത് എന്ന് എനിക്കറിയാം, പക്ഷേ ഈ വള നിന്റെ കയ്യിലിടുമെന്ന് എത്രയോ കൊല്ലം മുമ്പ് റസൂലുള്ളാഹി പ്രവചിച്ചതാണ്. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖി ഇന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതം മബ്റൂറത്തൽ ഖസമി ഖത്തും ലാ തുൻകിരിൽ വഹിയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അൽ ഹബീബ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രവചനങ്ങൾ പുലർന്നു. സുറാഖത്ത്, റസൂലുള്ളാഹിയുടെ കഴുത്തെടുക്കാൻ വന്ന സുറാഖത്ത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായപ്പോൾ ഉടനെ തിരുത്തി രക്ഷപ്പെട്ടു. അതാണ്, തിരുത്താണ് ആവശ്യം. പാപം ചെയ്തവർ ഉടനെ തിരുത്തുക. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി പറയുന്നത്, ഏത് തെറ്റാണോ നീ ചെയ്തത് ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ അതിന്റെ നേരെ വിപരീത ദിശയിലേക്ക് നീ കൂടുതൽ ശ്രദ്ധിക്കുക. ഉദാഹരണം, എന്റെ കയ്യിലുള്ള ഈ കടലാസ്, ഇത് ഉള്ളിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഈ ഒടിവ് നികത്താനുള്ള മാർഗം ഇത് പുറം ഭാഗത്തേക്ക് മടക്കലാണ്. മനസ്സിലാകുന്നുണ്ടോ? അകത്തേക്ക് മടങ്ങിയ കടലാസ് നിവർത്താനുള്ള ഏറ്റവും നല്ല സൂത്രം അത് പുറത്തേക്ക് മടക്കലാണ്. പുറത്തേക്ക് മടക്കി നിവർത്തിയാൽ
എന്നാലും ചെറിയൊരു ചുളിവുണ്ടാവും അവിടെ അല്ലേ? ഒരു ചുളിവ് അവിടെ ഉണ്ട്. ഒരു തെറ്റ് ചെയ്തൊരു ചുളിവ് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ. ഇല്ല, അത് അല്ലാഹു ആ ചുളിവ് കൂടി നികത്തി റെഡിയാക്കി എവിടെ എത്തിക്കുന്നറിയോ? എവിടെയാണ് എത്തിക്കുന്നത്? കഅബ ശരീഫിന്റെ സമീപത്തുള്ള മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന കല്ല്, ആ കല്ലിന്റെ സമീപത്ത് വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കല്ല് കാണുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലൊരാഗ്രഹം, പഴയ കാലത്ത് നമ്മളെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടുന്ന കല്ലാണ്. ഈ കല്ലിന് വലിയ മഹത്വമുണ്ട്. ഇബ്രാഹിം നബിന്റെ കാലടിയുള്ള കല്ല് ഒരു സാധാരണ കല്ലല്ലല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മനസ്സിലൊരാശ, ഈ കല്ലിന്റെ അടുത്ത് വെച്ച് 2 റക്അത്ത് നമുക്കങ്ങ് നിസ്കരിച്ചുകൂടെ? ചിന്തിക്കുന്നത് ഉമറാണ്, നബിയല്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ ചിന്തയുമായി നടക്കുന്നു. തിരുനബിയുടെ ഹദറത്തിൽ വരുന്നു. നബിയെ, എന്റെ മനസ്സിലൊരാശയാണ് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം നബി ചവിട്ടുന്ന ആ കല്ലിന്റെ അടുത്ത് വെച്ച് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുക. എന്താവേശാണ്! മതപരമായ കാര്യങ്ങൾ നല്ല സ്പിരിറ്റുള്ള ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കൊണ്ട് നല്ല സ്പിരിറ്റുള്ള കൂട്ടത്തിൽ അല്ലാഹു നമ്മളാക്കി തരട്ടെ. ആ നല്ല ഈമാന്റെ വോൾട്ടേജ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഉമറേ, പറ്റില്ല. അവിടെ വെച്ച് നിസ്കരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ വഹി വേണം. അല്പം കഴിയുമ്പോഴേക്ക് ജിബ്രീൽ വന്നുപോയി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ ത്വഹിറാ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു. ഉമറിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ നിസ്കരിച്ചോളൂ. ആ നിസ്കാരം ലോകത്തിന്നും നടക്കുന്നു. ഹജ്ജിന് പോയാൽ തവാഫ് കഴിഞ്ഞ് 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന്റെ അടുത്ത് വെച്ച് നിസ്കരിക്കുന്നു. അത് പാസാക്കാൻ മുന്നോട്ട് വന്നത് അമീറുൽ മുഅ്മിനീൻ ഉമറാണ്. ആ ഉമർ ഒരു കാലത്ത് പാപിയായിരുന്നു, തൗബ ചെയ്ത് മടങ്ങിയതാണ്, പശ്ചാത്തപിച്ച് നന്നായതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏത് തെറ്റ് ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് ധാരാളമായി ദുആ ചെയ്യണം. ഇമാം ഗസാലി പറയുന്നത്, നിങ്ങൾ ഒന്നുകൂടി ഉത്സാഹിച്ചാലേ കഴിയൂ. നിങ്ങൾ കുറെ കാലം ക്ലബിലിരുന്നു, കുറെ കാലം ക്ലബിലാണ്, ബാങ്ക് വിളിക്കുമ്പോൾ ക്ലബിലാണ്. അവിടെ ഒരു ക്ലബുണ്ട്, അതിന്റെ പ്രസിഡന്റ് മൂപ്പരാണ്. റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ഫ്രൈഡേ ക്ലബ്ബ്, സൺഡേ ക്ലബ്ബ്, അമേരിക്കൻ ക്ലബ്ബ്, അതിൻ്റെ ഒക്കെ പ്രസിഡന്റ് ജാബിർ, സലാം, സത്താർ സാഹിബ്, നസീർ കുട്ടി, പൂക്കുട്ടി, അങ്ങനെ പല ജാതി പേരുള്ള മനുഷ്യന്മാർ ദുനിയാവിലുണ്ട്. റസൂൽ കുട്ടി, കുട്ടി റസൂല്, അങ്ങനെയൊക്കെ പേരുള്ള ആളുകൾ, അവരാണ് ഇതിൻ്റെ ഒക്കെ ആളുകൾ, നേതാക്കന്മാർ. അങ്ങനെ ക്ലബിലിടുന്ന മനുഷ്യന് ഒന്ന് തോന്നി, ഇതെല്ലാം കുറച്ചു കാലമല്ലേ ഉള്ളൂ, എന്റെ കാലൊന്ന് പൊട്ടിപ്പോയാൽ, ഓ മ്യൂസിക്കിന് നടക്കുന്ന മനുഷ്യ, ഈ കാല് മുറിഞ്ഞാൽ നിന്റെ മ്യൂസിക്കിന് നിന്നെ ആർക്കും വേണ്ട. ക്ലബിനിങ്ങനെ വാടകയില്ലാതെ ക്ലബുകാർക്ക് ബിൽഡിംഗ് വിട്ടുകൊടുത്ത മനുഷ്യ, നിനക്ക് സാമ്പത്തികമായ ഒരു പ്രയാസം വന്നാൽ, നീയൊന്ന് മരിച്ചാൽ ആ ക്ലബിൽ വന്നിരിക്കുന്ന ഒരൊറ്റാളെയും ദുആ നിനക്ക് കിട്ടുകയില്ല. കാരണം അവരെ കൽബിൽ നിന്നോട് സ്നേഹമില്ല. അതേ സമയത്ത് ആ സ്ഥലം നീ പള്ളിക്കോ മദ്രസക്കോ നൽകിയാൽ അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾ നിനക്ക് വേണ്ടി ഖുർആൻ ഓതുന്നു. ഈ ഒരു വിചാരം തന്നെ മനസ്സിൽ വേണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇമാം ഗസാലി പറയുന്നു, ക്ലബിൽ കുറെ സമയം കഴിഞ്ഞവനാണെങ്കിൽ, റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങണമെങ്കിൽ നീ എത്ര സമയം ക്ലബിൽ ചെലവഴിച്ചോ അത്രയും സമയം പള്ളിയിൽ പോയിരുന്നോ. പള്ളിയിൽ തന്നെ കൊണ്ടോട്ടിയിലെ പള്ളിയിൽ വന്നിരിക്കുന്നു, അല്ല ഹജ്ജിന് പോകുന്നു, മസ്ജിദുൽ ഹറാം എന്ന പള്ളിയിലാണ് ഇരുത്തം. എന്താണ് ഇവിടെ? ഞാൻ കുറെ കാലം പല കളിയും കളിച്ച ആളാണ്, ഇനി ഇവിടുന്ന് പോകുന്നില്ല, 6 മാസം ഇവിടെ നിൽക്കുകയാണ്. എങ്ങനെ സമാധാനം? വളരെ സമാധാനമുണ്ട് ഉസ്താദേ, എനിക്ക് അടുത്ത കൊല്ലവും വരണമെന്നുള്ള നിയ്യത്തില എന്ന് പറയുമ്പോൾ, ഇത് കേൾക്കുന്ന ഫൈസിയോ, ഇത് കേൾക്കുന്ന സഖാഫിയോ, ഇത് കേൾക്കുന്ന ബാക്കവിയോ, ഇത് കേൾക്കുന്ന സയ്യിദോ, ആ പള്ളിയിലിരിക്കുന്ന മനുഷ്യനെ തരം താഴ്ത്തരുത്. എടോ, ഈ നന്നാവില്ല, വെറുതാണ്, എന്റെ മുഖം കണ്ടാ അറിയാം നന്നാവില്ല എന്നുള്ളത്.
എൻ്റെ ആ മോന്ത കണ്ട അറിയാം, ഈ നന്നാവന് ഈ ഏടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊന്നും പറഞ്ഞ് അവനെ ആരും താഴ്ത്തിപ്പറയണ്ട. ഇബ്രാഹിമിന് അദ്ദേഹം നന്നായില്ലേ? ഇബ്രാഹിമിന് അദ്ദേഹമിന്റെ മനസ്സിൽ മാറ്റം കൊടുത്തത് ആരാണ്? റബ്ബാണല്ലോ. ആ ഇബ്രാഹിം നബി താമസിക്കുന്ന കൊട്ടാരത്തിൽ അതാ ഒരു വഴിയാത്രക്കാരൻ കടന്നു വരുന്നു. എന്നിട്ട് പറാബുകാരനോട് ചോദിക്കുന്നു, ഇവിടെ എവിടെയാണ് രാജാവുള്ളത്? പറാബുകാരൻ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ റൂമിൽ സിംഹാസനത്തിൽ രാജാവ് ഇവിടെ ഉണ്ടെന്ന്. ആരാണ് രാജാവ്? ബൽഹിലെ രാജാവായ ഇബ്രാഹിമിന് അദ്ദേഹമാണ്. അകത്ത് കയറി. എന്താണ് വന്നത്? ഇബ്രാഹിമിന് അദ്ദേഹമാകുന്ന രാജാവിനോട് ഈ ഫക്കീർ പറയുന്നു, മഹാരാജാവേ, ഞാനൊരു പ്രധാന കാര്യത്തിന് വേണ്ടി വന്നതാണ്. എൻ്റെ ഒരു ഒട്ടകത്തെ കാണുന്നില്ല. കൊട്ടാരത്തിൽ എവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. രാജാവ് പറഞ്ഞോ, നിന്റെ ഒട്ടകം കൊട്ടാരത്തിലോ? മനുഷ്യന്മാരെ തന്നെ സ്ക്രീൻ ചെയ്താൽ ഞാൻ കയറ്റുന്നത്. ഒരു മനുഷ്യൻ തന്നെ വന്നാൽ ഞാൻ കയറ്റുന്നത് സ്ക്രീൻ ചെയ്തിട്ടേ കയറ്റൂ. ഒട്ടകങ്ങളൊക്കെ ഇതിൽ ഞാൻ കടന്നു. എന്താ ഈ പറയുന്നത്? രാജാവേ, നിങ്ങൾ സഞ്ചരിക്കുന്ന, നിങ്ങൾ താമസിക്കുന്ന ഈ കൊട്ടാരത്തിന് എത്ര പഴക്കമുണ്ട്? എത്ര നൂറ്റാണ്ട് പഴക്കമുള്ള ഭൂമിയാണിത്. നിങ്ങൾ രാജാവാകുന്നതിന് മുമ്പ് ഇവിടെ ആരായിരുന്നു രാജാവ്? നിങ്ങളെ ബാപ്പയായിരുന്നില്ലേ? അതിനു മുമ്പ് മറ്റാളുകളായിരുന്നില്ലേ? ഓരോ ആളുകളും ഇങ്ങനെ മരിച്ചുപോയി. എത്ര അധികാരിമാർ, എത്ര വലിയ ഹാജിമാർ, വലിയ മുതലാളിമാർ. കഴിഞ്ഞുപോയ ഭൂമിയിലാണ് മനുഷ്യ നീ താമസിക്കുന്നത്. നീ വീട് വെച്ച് കെട്ടി താമസിക്കുന്ന അതേ പറമ്പിൽ എത്ര ഖബറുകളുണ്ട് നീ അറിയുമോ? അവരുടെ കാലശേഷം നീ അവിടെ താമസിക്കുന്നു. അതുകൊണ്ട് നീ ചിന്തിക്കണം. ഇബ്രാഹിമിന് അദ്ദേഹം ആ വിഷയത്തെപ്പറ്റി ആലോചിച്ചു. ഉടനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. മുഴുവൻ സാധന സാമഗ്രികളും എടുത്ത് പുറത്തിറങ്ങുന്നു. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലകൈ അറാക വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇർബാ ലമഅന്നൽ ഫുആദു ഇലാ സിവാക. അല്ലാഹുവേ, ഞാനെല്ലാം വിട്ടു, കുറെ കാലം സുഖിച്ചു. ആ സുഖിച്ചതിന് പകരമായി എന്റെ ശരീരത്തെ ഞാനൊന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ലബിൽ കുറെ കഴിഞ്ഞതാണ്, ഉസ്താദുമാരെ കുറെ കുറ്റം പറഞ്ഞതാണ്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പള്ളിയിലേക്ക് അടുക്കട്ടെ. ഇബ്രാഹിമിന് അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ചോദിക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത്? ഇനി എപ്പോഴാണ് വരുന്നത്? ഭാര്യയോടും കുട്ടികളോടും അദ്ദേഹം മറുപടി പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. വല്ലാതെ കാട് കയറിപ്പോയിട്ടുണ്ട് എൻ്റെ ജീവിതം. ഞാൻ നന്നാവാനാണ് ഉദ്ദേശിക്കുന്നത്. മക്കയിലേക്കാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് കണ്ടെങ്കിൽ കാണാം. അവിടെ ഒന്നും കണ്ടില്ല എങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ആ മഹ്ശറ എന്ന് പറയുന്ന വൻകരയിൽ, ആ വലിയ സദസ്സിൽ നിങ്ങൾ എന്നെ അന്വേഷിച്ചോ, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നു. ആ ഇബ്രാഹിമിന് അദ്ദേഹമതാ പോകുന്നു. പിന്നെ കുറെ കൊല്ലം കഴിയുമ്പോൾ മകൻ വലുതാകുന്നു. ആ മകൻ മക്കയിലേക്ക് പുറപ്പെടുന്നു. തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി, പടച്ചോനെ, എൻ്റെ വാപ്പ എവിടെയാണുള്ളത്? ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുമല്ലോ. കഅബ ശരീഫിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്ന കൂട്ടത്തിൽ മകനതാ ബാപ്പയെ കാണുന്നു. എൻ്റെ താടി പോലെ, എൻ്റെ ശരീരം പോലെ, എൻ്റെ അവയവങ്ങൾ പോലെ അതായിരിക്കുമോ? വളരെ ധൈര്യത്തോടുകൂടി സലാം പറയുന്നു. രണ്ടാളും കെട്ടിപ്പിടിക്കുന്നു. മോനെ, ഞാൻ തന്നെയാണെന്ന് എൻ്റെ ബാപ്പയെന്ന് പറയുന്നു. ആ ബന്ധം മുന്നോട്ട് നിലനിൽക്കാൻ മകൻ ആഗ്രഹിക്കുന്നു. ബാപ്പയുടെ പ്രതികരണം, മോനെ വേണ്ട, ഞാൻ ഇനിയും നന്നാവാൻ ബാക്കിയുണ്ട്. എനിക്കെത്രയോ വിശുദ്ധിയിലേക്ക് വരാനുണ്ട്. പാപം ചെയ്തു പോയ മനുഷ്യ, പള്ളിയിലേക്ക് വരൂ. പാപം ചെയ്തു പോയ മനുഷ്യ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി അടുക്കൂ. പാപം ചെയ്തു പോയ മനുഷ്യ, മുതഅല്ലിമീങ്ങളോട് അടുക്കൂ, സയ്യിദ്മാരോട് അടുക്കൂ, അവരെ കൈ പിടിക്കൂ. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച കൈയാണ് സ്വഹാബത്തിന്റെ കൈ. സ്വഹാബത്തിന്റെ കൈ പിടിച്ച കൈയാണ് താബിഈങ്ങളുടെ കൈ. അവരെ കൈ താബികൾ പിടിച്ചു. അങ്ങനെ കൊല്ലങ്ങളോളം ആ കൈ പിടിച്ച സനദുള്ള മഹാന്മാരാണ് ഉലമാക്കൾ, സാദാത്തുക്കൾ. അവരുടെ കൈ പോയി പിടിക്കുക. അവരോട് പറയുക, എന്നെ ഏറ്റെടുക്കൂ എന്നവരോട് പറയുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ പറയുന്നു. ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു പറയുന്നു, സുമ്മ അർസൽനാ റുസുലനാ തത്റാ. ധാരാളം പ്രവാചകന്മാരെ നമ്മൾ അയച്ചു. കുല്ലമാ ജാഅ ഉമ്മത്തർ റസൂലുഹാ കദ്ദബൂഹു. ഒരു റസൂൽ വരുമ്പോൾ ജനങ്ങൾ പറയും, ഗോ ബാക്ക്,
അങ്ങനല്ലാതല്ല. ഏത് റസൂൽ വന്നാലും ജനങ്ങൾ പറയുക ഗോ ബാക്ക്, പോകൂ, നിങ്ങളെ ഈ പരിപാടി ഞമ്മക്ക് വേണ്ടാന്ന് പറയും. അള്ളാഹുവിന്റെ മുർസലീങ്ങളെ തള്ളിപ്പറഞ്ഞ ആളുകളെ ലോകത്തെ നമ്മൾ പാഠമാക്കി മാറ്റി. അവർക്ക് കിട്ടേണ്ട ശമ്പളം ദുനിയാവിൽ വെച്ച് കൊടുത്തു. പാപത്തിന്റെ ശമ്പളം ഏറ്റുവാങ്ങിയവരാണ് അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ധിക്കാരികളായ ആളുകൾ. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ആ പോകുന്നത്. ആയിഷ ബീവി 2 കണ്ണും പൊത്തിയിട്ടതാ പോകുന്നത്. എവിടെ? മക്കത്തെ പള്ളിയുടെ സമീപത്ത് കൂടെ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ കണ്ണും മൂക്കും ഇങ്ങനെ പൊത്തിയിട്ട് മണക്കുന്നു. എന്തൊരു പോക്കാണ് ആയിഷ ബീവിയെ പോയത്. ആയിഷ ബീവിയോട് ചോദിച്ചു, എന്താണുമ്മ നിങ്ങൾ മൂക്ക് പൊത്തുന്നത്? എന്താണ് കണ്ണിങ്ങനെ ചിമ്മിവെക്കുന്നത്? എന്താണ് വിഷയം? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഒരു വലിയ പാപിയായ മനുഷ്യന് കിട്ടിയ ശമ്പളമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഏതാണ്? ആയിഷ ബീവി വിവരിക്കുന്നു, തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിരുന്നു അബൂ ലഹബ്. ആ അബൂ ലഹബ് ചെയ്ത പാപം കടുത്ത പാപമായി പോയി. ചില പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കണമെങ്കിൽ കാര്യമായ ഇടപെടലുകൾ ഉണ്ടായാലേ കഴിയൂ. റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ആ റസൂലുള്ളാഹി ഇടപെട്ടാലേ പുറത്തു കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ്. ഇൻഷാ അല്ലാഹ് ആ നബിയുടെ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ വഴികൾ നാളെ നമ്മളെ വിഷയമാണ്. അതുകൊണ്ട് ഇന്നത്തെ വിഷയത്തിന്റെ ബാക്കി കൂടി ഉൾപ്പെടുത്തി നമുക്ക് ആ വിഷയം ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിലെ കുടുംബക്കാർ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ സന്ദേശം നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളൊക്കെ സ്വീകരിക്കണം. എന്നെപ്പറ്റി അറിയാമല്ലോ, ഒരു കള്ളത്തരം ഞാൻ പറയാറില്ല, ഒരു ചതി ഞാൻ ചെയ്തിട്ടില്ല, ഒരു വഞ്ചന ഞാൻ നടത്തിയിട്ടില്ല. ഈ മലയുടെ അപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരു സിംഹം വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, നീ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. കളവ് പറയാത്ത ആളാണ്. ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിക്കും. നീ പറഞ്ഞാൽ വിശ്വസിക്കും. എങ്കിൽ ഇൻ അന ഇല്ലാ നദീറുൻ ബൈന യദൈ അദാബിൻ ശദീദ്. ഈ മലയുടെ അപ്പുറത്ത് നിങ്ങളെ ആക്രമിക്കാൻ സിംഹം നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിന്റെ നശ്വരമായ കാലയളവ് കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന അവന്റെ നന്മയും തിന്മയും വായിച്ച് കേൾപ്പിച്ച് വിധി പറയുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെപ്പറ്റി പറയാൻ ഒരുപാട് പ്രവാചകന്മാരിവിടെ വന്നു. വജഅൽനാഹും മഹാദീസ. ആ നബിമാരെ തള്ളിക്കളഞ്ഞ് ധിക്കാരം പ്രവർത്തിച്ച ആളുകളുടെ കഥകളും ഉദാഹരണങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് നബി അവിടെ പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അതാ വലിയ ധിക്കാരമുള്ള മറുപടിയാണ് പറഞ്ഞത്. പള്ളിയിലെ ഉസ്താദ് പ്രസംഗിക്കുമ്പോ ആ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ മൈക്ക് പിടിച്ചു വാങ്ങിയ മനുഷ്യ, മതപരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു ഉസ്താദ് സ്റ്റേജ് കെട്ടിയപ്പോൾ മൈക്കിന്റെ കണക്ഷൻ അറ്റിച്ചു കളഞ്ഞ മനുഷ്യ, റസൂലുള്ളാഹിന്റെ ദഅവത്ത് ലോകത്ത് നടത്താൻ സമ്മതിക്കാതെ തടസ്സമുണ്ടാക്കുന്ന മനുഷ്യ, നിനക്കൊരു മാതൃകയുണ്ട്. പാപിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്നു, തബ്ബല്ലക യാ മുഹമ്മദു, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ. അലിഹാദാ ജമഅതന, ഞങ്ങളെ നീ ഇവിടെ ഒരുമിച്ച് കൂട്ടി ഇത് പറയാനാണോ? റസൂലുള്ളാഹിന്റെ ഖൽബ് അതാ വേദനിച്ചു പോയി. ഈ അബൂ ലഹബ് എന്ന് പറയുന്ന ഇയാൾക്ക് ഒരു ഭാര്യയുണ്ട്. ഭാര്യന്റെ പേര് ഉമ്മു ജമീൽ എന്നാണ്. ആ പെണ്ണിന്റെ പണി എന്താണെന്നറിയാമോ? റസൂലുള്ളാഹി നടന്നു പോകുന്ന വഴിയിൽ കല്ലും മണ്ണും വാരിയിടുന്നു, മുള്ളു വാരിയിടുന്നു. ആ മുള്ളിന്റെ മുകളിൽ പുല്ല് വലിച്ചു വെക്കുന്നു. എന്നിട്ട് ഹബീബായ നബി അങ്ങ് നടന്നു പോകുമ്പോൾ പുല്ലാണെന്ന് കരുതി നബി നടക്കുന്നു.
കാലിൽ മുള്ള് ഏൽക്കുന്നു. മുള്ളേറ്റാൽ ആ മുള്ള് എടുക്കാൻ വേണ്ടി നബി തങ്ങൾ കാല് പൊക്കുന്നു. അപ്പൊ ഉമ്മു ജമീൽ കൂട്ടുകാരോട് പറയും, അതാ ഞാൻ വെച്ച വേല ശരിയായിട്ടുണ്ട്, മുഹമ്മദ് നബിന്റെ കാലിൽ മുള്ളു തറച്ചാൽ. ഉമ്മു ജമീൽ ചിരിക്കുകയാണ്. ആ ഉമ്മു ജമീലിന് പറ്റിയ ഭർത്താവാണ് അബൂലഹബ്. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെ രണ്ടാളും റസൂലുള്ളാഹിനെ വേദനിപ്പിച്ചവരാണ്. ആ വേദന കൊണ്ട് വിടയുമ്പോൾ, ആ വിഷമം മനസ്സിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നു, നബിയേ, പാപം ചെയ്തവർക്ക് പശ്ചാത്താപത്തിന്റെ വാതിലുകളെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു എന്ന കാരണത്താൽ ആ വലിയ പാപത്തിന്റെ ശമ്പളം ഈ ഭൗതിക ലോകത്ത് തന്നെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമുദായത്തിന് നിങ്ങൾ ഈ കഥ പറഞ്ഞു കൊടുക്കണം. പക്ഷേ തഫ്സീറുകളിൽ കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ തബ്ബത് യദാ അബീ ലഹബ് എന്ന് 4-ാമത്തെ സൂറത്തിൽ ഖുൽ ഇല്ല. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഉണ്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിൽ ഖുൽ ഉണ്ട്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഖുൽ ഉണ്ട്. തബ്ബത് യദാ അബീ ലഹബിൽ ഖുൽ ഇല്ല, ഖുൽ തബ്ബത് യദാ അബീ ലഹബ് എന്നില്ല. കാരണം നബിയെ, നിങ്ങൾ പിതൃവ്യനാണല്ലോ, അതുകൊണ്ട് ആ പിതൃവ്യൻ നശിച്ചു പോകട്ടെ എന്ന് നിങ്ങൾ ആ പിതൃവ്യന്റെ മുഖത്ത് നോക്കി പറയണ്ട. നിങ്ങൾ പിതൃവ്യൻ എന്നൊരു ബഹുമാനമുള്ളത് കൊണ്ട് പറയുന്ന കാര്യം നിങ്ങൾ പറയണ്ട, അത് ഞാൻ പറഞ്ഞുകൊള്ളാം. തബ്ബത്ത് യദാ അബീ ലഹബ്. കുടുംബം നന്നായിട്ടൊന്നും കാര്യമില്ല, അഖീദ നന്നാകണം, വിശ്വാസം നന്നാവണം. പ്രത്യക്ഷത്തിലുള്ള നന്മകൾ കൊണ്ട് വിജയം ലഭിക്കുകയില്ല. റസൂലുള്ളാഹിനെ പറ്റി നല്ല മതിപ്പ് വേണം, ആ നബിയെപ്പറ്റി നല്ല വിശ്വാസം വേണം. ആ വിശ്വാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ അബൂലഹബിന് പരാജയമാണ്, നശിച്ചു. അവന്റെ സമ്പാദ്യവും തകരും, അവന്റെ മക്കളും തകരും, എല്ലാം തകരും. കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് അവന്റെ പ്രവേശനം. വംറഅതുഹു, അവന്റെ ഭാര്യയും അങ്ങോട്ട് പോകാനുള്ളതാണ്. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, കൊല്ലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അബൂലഹബിന് കുഷ്ഠം വന്നു, കുഷ്ഠരോഗം ബാധിക്കുന്നു. ആ കുഷ്ഠവ്യാധി ഉണ്ടായി, ശരീരത്തിന് ഇങ്ങനെ കുരുക്കളുണ്ടായി പൊട്ടി ഒഴുകുകയാണ്. മണത്തിട്ട് അടുത്തേക്ക് വന്നുകൂടാ. എല്ലാരും മാറാൻ തുടങ്ങി, കുടുംബക്കാരും പേരക്കുട്ടികളൊക്കെ മാറി. അവസാനം ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോവുകയാണ്. പകരുമെന്ന പേടി കൊണ്ട് ആളുകൾ മാറുകയാണ്. ആരും അങ്ങോട്ട് അടുക്കുന്നില്ല, കുളിപ്പിക്കാൻ അങ്ങോട്ട് ആള് വരുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ ആ റൂമിലേക്ക് ആള് വരുന്നില്ല. ഒരു ദിവസം ചത്തു. ആ ഡെഡ് ബോഡി കുഴിച്ചിടാൻ കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ല. മുഹമ്മദ് നബിയെ നശിച്ചു പോയതാണ്. പാപത്തിന് കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയ ഉദാഹരണം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ശരീരം ജീവൻ പോയപ്പോൾ ഒരു കുഴിയിൽ കൊണ്ടുപോയി കുഴിച്ചുമുടാൻ ആളെ കിട്ടാതെ വന്നപ്പോൾ മക്കത്ത് കൂടെ ഇങ്ങനെ വിവിധ ജോലികൾക്ക് വേണ്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുമായി കരാർ ഉറപ്പിച്ചു. അവർ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളൊന്ന് കുഴിയിലിട്ട് ഇവനെ ഒന്ന് കുഴിച്ചിട്ട് തരണം, ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത മണമാണ്. അവരോ അതൊക്കെ പരിചയമുള്ളവരും അതിനൊക്കെയും പറ്റിയ ആളുകൾ ദുനിയാവിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. കൂലിപ്പണിക്കാരായിട്ട് ഏതോ ഒരു വിദ്യാഭ്യാസവും പരിഷ്കാരവും ഇല്ലാത്ത കുറച്ച് ആളുകൾ വന്ന്, പക്ഷേ അവരും കുഴിയുണ്ടാക്കുന്നില്ല. ഒരു ചുമരിന്റെ ഭാഗത്തേക്ക് ആ ഡെഡ് ബോഡി ചേർത്തി വെക്കുകയും കുറെ കല്ലുവാരി അതിലേക്ക് പെറുക്കിയെറിയുകയും ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കണം, ആ സ്ഥലത്തുകൂടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കടന്നു പോകുന്നത്. ആയിഷ ബീവി ആ സമയത്താണ് മൂക്കുപൊത്തുന്നത്. സഹോദരന്മാരെ, പാപം ചെയ്ത മനുഷ്യൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ അവന് കിട്ടുന്ന ശമ്പളം ഭൗതിക ലോകത്ത് വലിയ അദാബുകളാണ്. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയം ഇല്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു. അതാ സഹോദരന്മാരെ, യതീമുകൾ ഈ മാസത്തിൽ, അനാഥ കുട്ടികൾ, അഗതികൾ, കഷ്ടപ്പെടുന്നവർ വീടുകളിൽ വരും. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ കലക്ഷനുകളൊക്കെ നടക്കും. ആ സമയത്തൊക്കെ കാര്യമായി സംഭാവനകൾ അർപ്പിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അവിടെയൊക്കെ നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനമൊക്കെ ശ്രദ്ധിച്ച്, ഒരു കേടും ഒരു വേണ്ടാത്ത ഒന്നും നമ്മളെ വായിൽ നിന്ന് വരാത്ത രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ നോക്കൂ, അതാ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചതാണ്, എല്ലാവരും പോവുകയാണ്. കുറെ ഉസ്താദന്മാർ കൂടിയിട്ടൊരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും വന്നോ,
എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും പോവുകയാണ്. അങ്ങനെ ഉസ്താദും താലിമീങ്ങളും മദ്രസ മാലിമീങ്ങളും എല്ലാവരും ഒന്നിച്ച് ആഹാരത്തിന് വേണ്ടി ആ വീട്ടിലിങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഇപ്പുറത്തൊരു പച്ചക്കറി ചീര വിൽക്കുന്ന ഒരാളുണ്ട്. ചീരന്റെ കച്ചവടം, തക്കാളി, ഉരുളക്കിഴങ്ങ്, ബീറ്റ്റൂട്ടൊക്കെ വിൽക്കുന്ന ഒരു പീടികക്കാരനുണ്ട്. അയാൾ ഇങ്ങനെ പറയാണ്, ഒക്കെ കള്ളന്മാരാണ് പോകുന്നത്. റിസാലത്തുൽ ഖുശൈരിയയിൽ പറയുന്ന സംഭവമാണ്. അപ്പോകുന്ന നല്ല ആളുകളെപ്പറ്റി ഒരു പച്ചക്കറി കച്ചവടക്കാരൻ പറയുന്ന വർത്തമാനം, ഈ പോകുന്നത് മുഴുവനും കള്ളന്മാരാണ്. ഹഉലാഇൽ മുസ്തഹില്ലൂൻ, ഹറാമും ഹലാലും നോക്കാതെ ജീവിക്കുന്നവരാണ് ഈ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, ആലിമീങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ആലിമീങ്ങൾ നേതാക്കളായി അറിയപ്പെടുന്ന എത്ര വലിയ മഹാന്മാർ, അതാ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ശൈഖായിരുന്ന മർഹൂം ഖുത്ബി ശംസുൽ ഉലമാ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആ വലിയ മഹാന്മാർ അവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അവരങ്ങാടിയിൽ പോയൊരു സാധനം വാങ്ങുകയാണെങ്കിൽ വാങ്ങിയതിന് ശേഷം ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയും സാധനം അങ്ങോട്ട് വാങ്ങുകയും ചെയ്യുമ്പോൾ ചോദിക്കും, നീ വിറ്റോ? ആ, ഞാൻ വിറ്റിട്ടുണ്ട്. എന്നാ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഈ പൈസക്ക് പകരം കബൂലാക്കിയോ? ആ, എന്നാ ഞാൻ വരട്ടെ, അസ്സലാമു അലൈക്കും. ഓരോ സാധനം വാങ്ങുമ്പോഴും അങ്ങനെ പറയുന്ന സൂക്ഷ്മത. നമ്മളിപ്പോ പറമ്പ് വരെ വിൽക്കുമ്പോൾ വിറ്റ് വാങ്ങി എന്ന് പറയാൻ സമയമല്ല. ഒരു കടലാസ് എടുത്ത് വലിയ തിരക്കായത് നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് വരച്ചാൽ മതി, വിശേഷം ബാക്കി നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പറയാമെന്നെ പോലെ. ചെറിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ പോലും വിറ്റു എന്നും വാങ്ങിയെന്നും പറയുന്ന വലിയ സൂക്ഷ്മതയുള്ള ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അതേ മാർഗം പിന്തുടരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ തങ്ങൾ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അവരുടെ മാർഗമാണല്ലോ ആലിമീങ്ങൾ പിന്തുടരുന്നത്. ചെറിയ ശമ്പളം വാങ്ങിയല്ലേ അവർ ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചാണല്ലോ ഈ പറയുന്നത് ഹഉലാഇൽ മുസ്തഹില്ലൂൻ, ഹറാമു ഹലാലും നോക്കാതെ ജീവിക്കുന്നവരെന്ന്. ഇത് കേട്ട സമയം ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സംഘത്തിൽ ഉള്ള ഒരാൾക്ക് ഇത് വല്ലാതെ വെറുപ്പ് തോന്നിപ്പോയി. റബ്ബേ, ഈ പച്ചക്കറി കച്ചവടക്കാരൻ എന്താണ് ഈ പറഞ്ഞത്? ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ. മെല്ലെ ആ പോകുന്ന യാത്രയിൽ കൂടുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ നടന്നു, ഞാൻ വരാം. പീടിക ചെന്നു, ഈ വെജിറ്റബിൾ കടയിൽ ചെന്നു. ഹാജി സാഹിബ്, നിങ്ങളെന്തോന്ന് പറഞ്ഞു? ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ എന്തോന്ന് പറഞ്ഞിരുന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എങ്ങനെ പറഞ്ഞതല്ല? അല്ല, ഞാന് അങ്ങനെ പറഞ്ഞതല്ല. അല്ല, എന്താണ് കാരണം എന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ പോകുന്ന ആളുകളൊക്കെ ചതിയന്മാരാന്നല്ല നിങ്ങൾ പറഞ്ഞത്. എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോഴാണ് കച്ചവടക്കാരൻ മറുപടി പറയുന്നു, ആ പോകുന്ന സംഘത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാളൊരു വസ്തു എന്നോട് വാങ്ങിയിരുന്നു, അതിന്റെ ക്യാഷ് ഉടനെ തരാമെന്ന് പറഞ്ഞതാണ്, ഇതുവരെ തന്നിട്ടില്ല. ഉടനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ തന്നിട്ടില്ല. വേറെ ചതിയൊന്നും ചെയ്തില്ലല്ലേ? ചതിച്ചിട്ടൊന്നുമില്ല. തരാന്ന് പറഞ്ഞ ആ സംഖ്യ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ആ പോകുന്നൊക്കെ കള്ളന്മാരാണെന്നുള്ള അങ്ങനെ പറഞ്ഞതാ. അത് ശരി, ഇതാ സംഭവം. എത്രയിനാ ക്യാഷ്? അത് ചെറിയൊരു സംഖ്യയുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഞാനത് ഇടപാട് ക്ലിയറാക്കി തരാം. നിങ്ങളുടെ നാവിന് നിങ്ങൾ സൂക്ഷിക്കണം. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ, ഒരു സമ്പത്ത് കൊണ്ടോ പച്ചക്കറി കച്ചവടം കൊണ്ടോ ജ്വല്ലറി കൊണ്ടോ മക്കളെ കൊണ്ടോ ഉപകാരം ചെയ്യാത്ത മഹ്ശർ ലോകത്തേക്ക് കേസ് നിങ്ങൾ മാറ്റിവെക്കരുത്. നിങ്ങൾക്കിതിന് പരിഹാരമുണ്ടാകണമല്ലോ. നിങ്ങളെ സംഖ്യ നമ്മൾ തരാം. ആ സഹോദരൻ ആ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവനാണ്, അവന്റെ കയ്യിൽ കേസൊന്നുമില്ല. അവൻ ഉടനെ തന്നെ ആ സദ്യ ഒരുക്കിയ വീട്ടിലേക്ക് കൂടുള്ളവരോടൊപ്പം അങ്ങോട്ട് ചെല്ലുന്നു. ആ സദ്യ ഒരുക്കിയ ഹാജി സാഹിബിനോട് പറഞ്ഞു, ഹാജി സാഹിബ്, ഇന്നിപ്പോ എല്ലാവർക്കും നിങ്ങളെ വകയാണുള്ള ഭക്ഷണം, നമ്മളൊക്കെ നിങ്ങളെ ഭക്ഷണ സദ്യയിലേക്ക് വന്നതാണ്. ചെറിയൊരു വിഷയം പറയട്ടെ, പറഞ്ഞാൽ നിങ്ങൾ മുടക്കൂലെങ്കിലേ ഞാൻ പറയൂ. പറഞ്ഞോളൂ. ഞങ്ങളെ ഈ വന്ന ടീമിൽപ്പെട്ട ഒരാള് നമ്മൾ ആ വെജിറ്റബിൾ കടയിൽ ചെറിയൊരു സംഖ്യ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാത്തതിന് പേരിൽ അവർക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ക്യാഷും ഇല്ല.
അത് ആ സംഖ്യ നിങ്ങൾ തരികയാണെങ്കിൽ വലിയൊരു സന്തോഷമായിരുന്നു. എത്ര ഉണ്ടാവും? അത് കുറച്ചേ ഉള്ളൂ. ഉടനെ തന്നെ ആ ഭക്ഷണം ഒരുക്കിയ വീട്ടുകാരൻ ആ സംഖ്യ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. ആ കേശിങ് വാങ്ങി ഈ സഹോദരൻ അതാ വെജിറ്റബിൾ കടയിലേക്ക് ഓടുന്നു. ഓടിയിട്ട് ഈ സംഖ്യ അങ്ങ് കൊടുക്കുന്നു. ഇത് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ആ മനുഷ്യൻ, പച്ചക്കറി കച്ചവടക്കാരൻ, ഉറക്കെ വിളിച്ചു പറയുന്നു, ഹുമുസ്സുഖാതു വൽ ഉമനാ. ഈ മുസ്ലിംമാരെന്ന് പറഞ്ഞാൽ, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അവര് വേഗം ഇടപാട് പൂർത്തിയാക്കുന്നവരും ഓരോ വിഷയത്തെപ്പറ്റി ഓർമ്മ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തു തീർക്കുന്നവരാണ്. ഞാൻ പറഞ്ഞപ്പോഴേ ഓർമ്മ വന്നുള്ളൂ. ഓർമ്മ വരാത്തത് കൊണ്ടാണ് ആ സംഖ്യ തരാതെയായത്. ഓർമ്മയിൽ വന്നപ്പോൾ ഇടപാട് അവർ വീടുകയും ചെയ്തു. ഇതുപോലെ നല്ല വാക്കുകളും നല്ല വർത്തമാനങ്ങളും പറഞ്ഞ് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ പാപത്തിന്റെ കട്ടികൾ കുറയും. അല്ല, ധിക്കാരപൂർവമാണ് നാം നീങ്ങുന്നതെങ്കിൽ നാം കുഴിച്ച കുഴിയിൽ നമ്മൾ തന്നെ ചാടേണ്ടി വരും. പാപത്തിന്റെ ശമ്പളം വളരെ കനത്തതായിരിക്കും. പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ അപകടങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് പശ്ചാത്തപിച്ച് മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അർഹമുർറഹീമീനായ റബ്ബ് ഈ മഹാന്മാരായ സാദാത്തുക്കളുടെ, ആലിമീങ്ങളുടെ, മുത്തഅല്ലിമീങ്ങളുടെ ആമീന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണം അവസാനിക്കുന്നു.